ക്രിക്കറ്റ് ലോകം ഇന്ന് മുംബൈയിലേക്ക് ഉറ്റുനോക്കുകയാണ്. അറബിക്കടലിന്റെ തീരത്ത് വാങ്കഡയുടെ മണ്ണിൽ ഇന്ന് മറ്റൊരു ചരിത്രം കുറിക്കപ്പെടാൻ പോകുന്നു. ഇത് വെറുമൊരു സെമി ഫൈനൽ അല്ല, 2022 അഡ്ലൈഡിലേറ്റ മുറിവിനുള്ള മറുപടിയാണ്. ഇംഗ്ലണ്ടിന്റെ അഹങ്കാരത്തെ തകർത്ത് ലോക കിരീടത്തിലേക്ക് 3ാം തവണയും മുത്തമിടാൻ നീലപ്പട ഇന്ന് പടക്കളത്തിലിറങ്ങുകയാണ്. നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ കാത്തിരിപ്പുകൾക്കൊടുവിൽ ലഭിച്ച അവസരത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്ന് സഞ്ജു ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതാണ് നമ്മൾ ഈഡൻ ഗാർഡൻസിൽ കണ്ടത്. 50 പന്തിൽ 97 റൺസ് അടിച്ചുകൂട്ടിയ സഞ്ജു ഇന്ന് ഇംഗ്ലീഷ് ബൗളർമാരുടെ ഉറക്കം കെടുത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ക്ലാസും മാസും ഒത്തുചേരുന്ന സഞ്ജുവിന്റെ ബാറ്റിങ്ങിന് മുന്നിൽ ആദിൽ റഷീദിന്റെ സ്പിന്നോ ആർച്ചറുടെ വേഗതയോ വിലപ്പോവില്ല. വാങ്കഡയിലെ ആ ബൗൺസിനെ പ്രണയിക്കുന്ന സഞ്ജുവിന്റെ ബാറ്റിൽ നിന്ന് ഇന്ന് റൺമഴ പെയ്യുമെന്ന് തന്നെയാണ് കോടിക്കണക്കിന് ആരാധകർ വിശ്വസിക്കുന്നത്. അഭിഷേക് ശർമ്മയുടെ തകർപ്പൻ തുടക്കത്തിനൊപ്പം സഞ്ജുവിന്റെ പക്വതയാർന്ന വെടിക്കെട്ടും ചേരുമ്പോൾ വാങ്കഡയിൽ ഇന്ത്യ കുറിക്കുന്നത് ഒരു കൂറ്റൻ സ്കോർ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. ബാറ്റിംഗിൽ സഞ്ജുവും സംഘവും കളം നിറഞ്ഞാടുമ്പോൾ ബൗളിംഗിൽ ബുംറ എന്ന വൻമതിലാണ് ഇന്ത്യയുടെ വിശ്വാസം. ഇംഗ്ലണ്ടിന്റെ ഏത് വിക്കറ്റും ഏത് നിമിഷവും വീഴ്ത്താൻ കെൽപ്പുള്ള ബുംറയുടെ യോർക്കറുകൾക്ക് മുന്നിൽ മറുപടിയില്ലാതെ ഇംഗ്ലീഷ് ബാറ്റിംഗ് നിര പതറുന്നത് കാണാൻ ആരാധകർ കാത്തിരിക്കുകയാണ്. സൂര്യകുമാർ യാദവ് എന്ന നായകന്റെ കീഴിൽ യുവത്വത്തിന്റെ പ്രസരിപ്പും അനുഭവ സമ്പത്തിന്റെ കരുത്തും ഒത്തുചേരുന്ന ഈ ടീം ഇന്ന് ചരിത്രം കുറിക്കാനാണ് ഇറങ്ങുന്നത്. പഴയ കണക്കുകൾ തീർക്കാനും പുതിയൊരു യുഗത്തിന് തുടക്കമിടാനും സഞ്ജുവും സംഘവും സജ്ജമായി കഴിഞ്ഞു. ഇന്ന് വാങ്കഡയിൽ ഇന്ത്യൻ പതാക വാനോളം ഉയരുമോ? സഞ്ജു സാംസൺ എന്ന മലയാളികളുടെ അഭിമാനം ഇന്ന് മാന്ത്രിക പ്രകടനം പുറത്തെടുക്കുമോ? നമുക്ക് കാത്തിരിക്കാം ആവേശത്തിന്റെ പരകോടിയിലേക്ക് നീങ്ങുന്ന ഈ സെമി ഫൈനൽ പോരാട്ടത്തിനായി.